ബേക്കറിയിലൊക്കെ കണ്ണാടി ഭരണിയിലിട്ട് വെച്ചിട്ടുള്ള മുട്ട ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്ക് ദോശക്കല്ലിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല, വാനില എസൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. ഇങ്ങനെ കേക്കിൻ്റെ അത്ര ബീറ്റായി വരണമെന്നില്ല, എന്നാലും ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ ഇത് ബേക്കായി വരുമ്പോൾ കളറ് അങ്ങനെ മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല, മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്താട്ടോ. അതിലേക്ക് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് അതിലേക്ക് ഇതെല്ലാം അരിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇട്ടത്. അതൊന്ന് നന്നായി പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇതിനെ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്റർ അതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തറ്റം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് എടുക്കാം. ദോശക്കല്ലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ദോശക്കല്ലിന് ഒരു മിനിമം ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. നമുക്കിനി ബാറ്ററി ചെറിയ ചെറിയ കോയിൻ രൂപത്തിലേക്ക് നമുക്ക് അതിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ആവശ്യമില്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ദോശക്കല്ലുണ്ടല്ലോ, അത് ചൂടാക്കാൻ വെക്കാം. അതിന് മേലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച ദോശക്കല്ല് അതിന് മേലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് വെന്തൂന്ന്. അപ്പോൾ അത് മാറ്റിയെടുക്കാം. അതിൻ്റെ അടിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഇങ്ങനെ സ്പാച്ചില കൊണ്ട് ഒന്ന് വിടുത്തി കൊടുത്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. പിന്നെ അടുത്ത് നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾ തുണിയും കൊണ്ട് തുടച്ച് എടുത്തിട്ട് വേണം ഒഴിക്കാൻ. കാരണം ഇതിൻ്റെ ദോശക്കല്ലിൻ്റെ ചൂട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടച്ച് കൊടുക്കുന്നത്. തുടച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ക്രിസ്പി ആണെന്നും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.